ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ഒറ്റയ്ക്ക് നിന്നുള്ള തളയ്ക്കൽ കണ്ടപ്പം ഒരല്പം കനൽ വാരിയിട്ട് നോക്കിയതാ. കൂടുതൽ എരിഞ്ഞു കത്തുമോന്നൊരു പരീക്ഷണം. അപ്പൊ ഒരവസരം വന്നാ നിങ്ങൾ അതിനും മടിക്കില്ല എന്നർത്ഥം. ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാ ശാരദേ. ആ അല്ല കമല, ഞങ്ങളുവേ ഇങ്ങനെ തന്നെ പ്രണയിച്ചത്. അവള് നല്ല കുട്ടിയാ. നീയായിട്ട് അവളുടെ ഭാവി കളയാതിരുന്നാ മതി. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിൽ പോലും തോന്നാത്ത കാര്യങ്ങളെ പറയുന്നേ. ആശനത്തെ ചുമ്മാ ഒന്നും പറയല്ലേ കേട്ടോ. കഷ്ടോ? നിങ്ങൾ രണ്ടോളം എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? കേട്ടാ ഒറ്റ നാണം കണ്ട. ശരി ശരി, ഞങ്ങൾ രണ്ടുപേരും ഇപ്പത് വിശ്വസിക്കാം. അതെ, കുറച്ചു കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞിട്ടല്ലോ ഒരൊറ്റ. പാലെടുക്കാൻ പോയതാ. ഒരു കവറുണ്ടായിരുന്നു, ഭാഗ്യം. അല്ല ഇതിപ്പോ എന്തിന്? അല്ല, പാല് കാച്ചണ്ടേ? പാല് കാച്ചിക്കൊണ്ടല്ലേ താമസം തുടങ്ങേണ്ടത്. എന്റെ കൊച്ചെ, അതിനിപ്പോ സാധനങ്ങൾ കൊണ്ടുവച്ചേ ഉള്ളൂ. പാല് കാച്ചലൊന്നും ആയിട്ടില്ല. അതിന് വേറെ ചില ആൾക്കാരൊക്കെ ഇവിടെ വരണം. അവര് വന്നാ ചടങ്ങ് നടത്തിയാലേ നമുക്കിവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോയി ചായ ഇട്ടോണ്ട് വരാം. കുടിച്ചിട്ട് എല്ലാരും പോകാവൂ. ഹലോ, ആ കമലിനാണ്. അയ്യോ, എപ്പോ? ആണോ? ആ ആശനെ, എന്താടാ സുബൈർക്ക സുബേർക്ക് എന്ത് പറ്റി? സുബൈർക്ക മരിച്ചെന്ന്. നമ്മൾ രണ്ടാലും വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറയുന്നേ. എന്റെ ദൈവമേ, വിഷ്ണുട്ടാ, നീ വന്നേ. എന്നും ഇങ്ങനെയായിരുന്നു. ഒരു ബന്ധവും കാണിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തെ എല്ലാം ഇട്ടേച്ചൊരു പോക്കങ്ങ് പോവും. 3 പെൺകുട്ടികൾ വളർന്ന് വലുതായി എങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടെന്ന് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്ക് തുഴഞ്ഞു വരുന്ന വഞ്ചിയില് ഇടയ്ക്ക് കയറുന്ന ഒരു യാത്രക്കാരൻ. അതിനപ്പുറത്തേക്ക് ഒരു സഹായവും ചെയ്തിട്ടുമില്ല, ഞാനൊട്ട് പ്രതീക്ഷിച്ചിട്ടുമില്ല. പഴയ പോലെ അല്ലല്ലോ ഇപ്പം. പ്രായമായില്ലേ? ഇനിയെങ്കിലും വീടും വീട്ടുകാരെ നോക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ എന്താ? ഉണ്ടാക്കാവുന്ന കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടാ ഈ നടപ്പെന്ന് ഓർക്കണം. തീ തിന്നാൻ ഞാനുണ്ടല്ലോ. വരിക, പോവുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക. അതിനപ്പുറത്തേക്കൊരു ചിന്ത അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. ഓ, വല്ലാത്തൊരു കഷ്ടം തന്നെ കാര്യം. തീർന്നോ നിന്റെ പ്രസംഗം? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരോട് പറയാനാ? ഞാൻ വെറുതെ വായിട്ടലച്ച് എന്റെ വായിലെ വെള്ളം വറ്റിക്കാന്നുള്ളതല്ല ഒരു പ്രയോജനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി ചോറ് വേണം. ശാരദ, കുറച്ചുകൂടി ചോറിടാൻ. പോയ സ്ഥലത്ത് ഇതൊന്നും കിട്ടില്ലായിരുന്നോ? ഇത്രയും ദിവസം പട്ടിണി കിടക്കായിരുന്നോ എന്നാ ചോദിച്ചത്. എവിടെയൊക്കെ പോയാലും നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി കാശ് കൊടുത്താൽ കിട്ടില്ല. നീ ആ പുളിശ്ശേരി കുറച്ചും കൊണ്ട് ഒഴിച്ചേ. എന്നിട്ട് എവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കായിരുന്നു ഇത്രയും ദിവസം? നിന്റെ ചോദ്യം കേട്ടാത്തൊന്നും നീ അറിയാത്ത വേറെ ഏതോ ഭാര്യയും കുട്ടിയുണ്ടെന്ന്. ഓ, അങ്ങനെ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വന്ന വഴികളിലെ കല്ലും മുള്ളും തിരയാൻ പിന്നെയും പോകാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ. അല്ല, ഞാനിപ്പോ കേറി വന്ന കുറ്റായോ? ഒരു കുറ്റവും ഇല്ല. നാട് മുഴുവൻ നടന്നു തളരുമ്പോ കേറി വന്ന് വിശ്രമിക്കാനുള്ള വെറും ഒരു സത്രമായിട്ട് ഇനി ഈ വീടിനെ മാറ്റരുത്. ഇത്രയും പ്രായമായില്ലേ? ഇനിയെങ്കിലും ഈ സഞ്ചാര പരിപാടിയൊക്കെ നിർത്തി വീടിനുള്ളിൽ ചടഞ്ഞുകൂടിയാൽ എന്താ? ഏത് രീതിയിലുള്ള ഓട്ടത്തിനൊരു വിശ്രമം വേണ്ടേ? അങ്ങനെ ജീവിച്ച് മരിച്ചിട്ട് എന്താ ശാരദ കാര്യം? ഓ, ഞാൻ നടന്ന വഴികൾ ശുദ്ധമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോ പോയത് ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള യാത്രയിലായിരുന്നു എന്ന് കരുതിയാൽ മതി.
അപ്പൊ അറിഞ്ഞോണ്ട് പാപനാശിനിയിൽ മുങ്ങിക്കുളിക്കാൻ പോയതല്ലേ? ആ പയ്യനെ കൊന്നതിന്റെ പാപക്കറ കഴുകിക്കളയാൻ. ഹാ, അതിന് അവനെ കൊന്നത് ഞാനല്ലല്ലോ, നീയല്ലേ? ഏ? നിന്റെ തള്ളലല്ലേ അവ തലയടിച്ച് വീണ് ചത്തത്? അതൊക്കെ എന്താ ശാരദേ, നീ ഇത്ര മറന്നുപോയോ? അല്ല, ഇതൊന്നും നിൽപ്പ പേടിച്ചു പോയോ? നിന്റെ ഒറ്റയ്ക്ക് നിന്നുള്ള തളയ്ക്കൽ കണ്ടപ്പം ഒരല്പം കനൽ വാരിയിട്ട് നോക്കിയതാ. കൂടുതൽ എരിഞ്ഞു കത്തുമ്പോന്നൊരു പരീക്ഷണം. അപ്പൊ ഒരവസരം വന്നാ നിങ്ങൾ അതിനും മടിക്കില്ല എന്നർത്ഥം. ഹാ, ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാ ശാരദേ. നിനക്ക് മനക്കെട്ടി എന്തോരമുണ്ടെന്നൊന്ന് അറിയണമല്ലോ. ഉം. ഇങ്ങോട്ട് നോക്ക്, നീ അല്ല കൊന്നത്, ഞാനാ. മുകളിൽ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ, എല്ലാ പാപഭാരവും ചുമക്കുന്ന ഒരാള്. നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എല്ലാ പാപഭാരവും ചുമക്കുന്ന ഒരാള്. അങ്ങേരോട് നന്ദി പറയാൻ പോയതാണ്, നിങ്ങൾ കൂട്ടിയാൽ മതി. അങ്ങേരുടെ സംരക്ഷണം ഉള്ളപ്പോൾ ഈ കേസ് പുറം ലോകം അറിയാൻ പോകുന്നില്ല. നമ്മളായിട്ട് അറിയിക്കാതിരുന്നാൽ മാത്രം മതി. മാമി, എന്റെ ഫോൺ എന്തേ? എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും വിളിച്ച് പറയണമെങ്കിൽ എനിക്ക് ഫോൺ വേണ്ടേ? മോളെ, നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശബ്ദം താഴ്ത്തി പറ. ഇതൊരു മരണം കഴിഞ്ഞ വീടാ, പുറത്താളുണ്ട്. ബാപ്പച്ചിയുടെ സുഹൃത്തുക്കൾ അധികവും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പല നമ്പറുകളും ആ ഫോണിനകത്താ കിടക്കുന്നത്. സുബൈദ, കുറച്ച് വെള്ളം. ഫോണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതിരിക്കെ. ഞാൻ ഇപ്പൊ വരാം.